ഹലോ ഹായ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ചെറിയ വലിയ വിശേഷത്തിലേക്ക് സ്വാഗതം. അല്ലേടാ കുടു? എല്ലാവരോടും സ്വാഗതം പറയും. ഓ സമയമില്ല കേട്ടോ, സ്വാഗതം പറഞ്ഞിട്ട് കുടു പോയി കേട്ടോ. അപ്പോൾ ഇന്ന് ഒരാൾ ഉറങ്ങി, ആദ്യകൂട്ടൻ അതാട്ടോ ഉറങ്ങുന്നു. ആദ്യകൂട്ടൻ ഉറങ്ങി. കുടു അവിടെ ഉണ്ട്, കുടു അച്ഛൻ്റെ കൂടെ ഇരുന്ന് കളിക്കുന്നു. പിന്നെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ നിങ്ങളെ സ്കൂളിലെ പരിപാടിയല്ലേ, സ്കൂളിലെ പരിപാടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇൻട്രോ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോണ വഴി അവർ ഇൻട്രോ ഒക്കെ പറഞ്ഞു. വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഇവരെ സ്കൂളിലുള്ള പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അത് വീഡിയോ പിടിച്ചിട്ട് ഇടാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് പോയത് രാവിലെ കേട്ടോ. ഞാൻ ഏതായാലും ലീവായിരുന്നു. അപ്പം സ്കൂളിലും പോകണം, കുടുവിൻ്റെ അംഗനവാടിയിലും പോകണം, ആ ഇതൊക്കെ ഇടാമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞ് ഇവർ സ്കൂളിൽ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞ് പോകുന്നില്ലേ, 8:45 ഞാൻ പോന്നു. ഞാൻ 8:45 കുടുവിന് അംഗനവാടി പോകണമെന്ന് പറഞ്ഞ് ഇവർ സ്കൂളിൽ നിന്ന് പോരേണ്ടി വന്നു കേട്ടോ. അംഗനവാടി ചെന്ന് കഴിഞ്ഞപ്പം കുടുവിൻ്റെ അംഗനവാടിയിൽ പതാക ഉയർത്താൻ വൈകി. 10 മണി എങ്ങാണ്ടായി, 9:45 എങ്ങാണ്ടായി അവിടെ വാർഡ് മെമ്പർ വരാനേ. അങ്ങനെ നേരെ വൈകിയതുകൊണ്ട് 9:30 കഴിഞ്ഞു എന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവരെ സ്കൂളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഈ വീഡിയോ പിടിക്കാൻ പറ്റിയില്ലല്ലോ, അപ്പോൾ പിന്നെ ഇന്ന് അങ്ങോട്ട് പോകുന്നു കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാർ കുറച്ച് പേരുണ്ട്, അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15 അവർ വന്നതാണ് കേട്ടോ. ഞങ്ങളിവിടെ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഒരു പായസവും കുടിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിൽ, വേറെ പ്രത്യേകിച്ചൊന്നും ഇവൻ്റെ പിറന്നാളും ഞങ്ങൾ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിട്ടായിരുന്നല്ലോ കേട്ടോ. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിട്ട് ഇന്നത്തെ പിറന്നാൾ പൊന്തിച്ച് പിടിച്ച കൈ വേനാവുണ്ടല്ലേ. അവന് കൈ കുഴയുന്നുണ്ട്, അതാണ് അവനെ ബുദ്ധിമുട്ട് ഞാൻ പിടിക്കാന്നാലും. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്താ പറയുക, രാവിലെ നമ്മളെ പിന്നെ എന്താ ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, കൂട്ടുകാരെല്ലാവരും വന്നു കേട്ടോ. നമ്മളെ കൂടെ സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചവർ വന്നു. അവർ ഒന്നും സൂചന പോലും അവർ തന്നിട്ടില്ല കേട്ടോ. അവർ പറയൊന്നും ചെയ്തിട്ടില്ല. അവരൊന്ന് വിളിച്ചു തന്നെ കേട്ടോ, നീ ഇന്ന് ഡ്യൂട്ടിയിലാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലടാ, ഞാൻ ഇന്ന് ലീവാന്നൊക്കെ പറഞ്ഞു. അന്ന് അവർ ഇന്നലെ വർത്താനമൊക്കെ പറഞ്ഞു, അവർ വെക്കുകയും ചെയ്തു. അവരൊന്നും പറഞ്ഞില്ല കേട്ടോ. 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർ വന്നു. പിന്നെ വേറെ കുറച്ച് കൂട്ടുകാർ വന്നു. അയ്യോ, എനിക്കറിയില്ല എന്താ ഇന്നത്തെ ദിവസം എന്നുള്ളത്. അത്ര സന്തോഷമായിരുന്നു. നമ്മൾ പറയാതെ, നമ്മൾ വിളിക്കാതെ, നമ്മളെ ക്ഷണിക്കാതെയൊക്കെ നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷമല്ലേ. ഒട്ടും പ്രതീക്ഷിക്കാതെ കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ട്. അത് ഞാനിന്ന് ശരിക്കും അനുഭവിച്ചു കേട്ടോ. പ്രതീക്ഷിക്കാതെ ഒത്തിരി പേര്. പിന്നെ അച്ഛനും അമ്മയ്ക്കും ഇന്ന് പണിയുണ്ടായിരുന്നു. എന്നിട്ടും അമ്മ പണീൻ്റെ ഇടയിൽ അവരെല്ലാം ഉള്ള സമയത്ത് അമ്മ പണിയെടുക്കുന്ന വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ വന്നിട്ട് അമ്മയൊന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അമ്മ അതുപോലെ പോവുകയാണ് ചെയ്തത്. കാരണം ഇവിടെ നിൽക്കാനും തിരിയാനും സ്ഥലവും ഇല്ല. എൻ്റെ ഇടയിൽ ഞാനാണെങ്കിൽ അപ്രതീക്ഷിതമായി ഇവരൊക്കെ വന്നപ്പോൾ ഞാൻ എന്താക്കണം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഞാൻ ആകെ അങ്കലാപ്പായിപ്പോയി കേട്ടോ. അമ്മ വന്നു പോയി. പിന്നെ അച്ഛൻ വൈകിട്ട് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ വന്നു. അപ്പോൾ പിന്നെ അതിനേക്കാൾ സന്തോഷം, ഞങ്ങൾ രാവിലെ ചെറിയൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ കൂട്ടുകാരും ഒത്തിരി പേര് ആശംസകൾ അറിയിച്ചു. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരുടെയും സ്നേഹത്തിന്, നിങ്ങളെല്ലാവരും ഞങ്ങളെ കൂടെ കൂട്ടിയതിന്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് താങ്ക്സ് പറഞ്ഞു പോയിട്ട് നിങ്ങളെ ഞാൻ ചടപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു വിശേഷം അത് കാണുമ്പോൾ വിചാരിക്കരുത് കേട്ടോ, മോൻ്റെ പിറന്നാളൊന്നും കഴിക്കാതെ ഇങ്ങനെ കഴിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടായതല്ല കേട്ടോ, ഒട്ടും പ്രതീക്ഷിക്കാതെ ആയതാണ്. അപ്പോൾ കിട്ടിയതൊക്കെ ഞാൻ ഇവനെ കൊണ്ട് മുറിപ്പിക്കാന്ന് വെച്ച് കുടു നീയാണോ മുറിച്ച് ഞാനാണോ മുറിച്ചത്? കുടു സമ്മതിക്കുന്നില്ലായിരുന്നു. കുടുവാണ് കേക്ക് മുറിച്ച്, പിന്നെ വാങ്ങി ഞങ്ങൾ മുറിച്ചു എന്നേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ അങ്ങനെ ഒരു ഇതൊന്നും വിചാരിക്കരുത്. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പാടുണ്ടോയെന്നൊന്നും ചിന്തിക്കരുത്. നമുക്ക് പ്രതീക്ഷിക്കാതെ വന്നൊരു ഇതാണ്. അപ്പം ഞങ്ങളങ്ങോട്ട് എന്താ പറയുക, നമ്മളത് അത്രയും ആസ്വദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത്രയും സന്തോഷം തോന്നി. നമ്മളെ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അവർ ഞങ്ങളിപ്പോൾ ഒരു 3 വർഷമായി. മക്കളെ പ്രായമായിട്ടോ, മക്കളെ പ്രായമല്ല, മക്കൾ സ്കൂളിൽ ചേർന്ന വർഷം മുതൽ 1-ാം ക്ലാസ് 2-ാം ക്ലാസ് ഇപ്പോൾ 3-ലല്ലേ. ഈ 3 വർഷമായി ഞങ്ങൾ ഈ കൂട്ടുകെട്ട് ഇങ്ങനെ തുടർന്ന് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് 15-ന്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങളിങ്ങനെ വന്ന് കൂടി അങ്ങ് കുറേ നേരം ഇരുന്ന് വർത്താനം, എല്ലാവരും ഇവിടെ അടുത്തടുത്തായതുകൊണ്ട് അങ്ങനെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ ഞാൻ വിളിച്ചില്ലെങ്കിൽ അവർ വരും. അത്രയും കൂട്ടാണ്, അത്രയും അങ്ങനെ ഒരു കൂട്ടാണത്. അതൊരു ഈശ്വരായെന്നും നിലനിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അവർ വന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. കേക്ക് പോലും അവർ വരുന്നുണ്ടെങ്കിലും കേക്ക് പോലും വാങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷേ അവർക്കല്ല, എല്ലാവർക്കും ഉള്ള കേക്ക് ഇവിടെ എത്തിയിട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ അധികം പറയുന്നില്ല. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അവന് ഇന്ന് പോകുമെന്ന് പറഞ്ഞ് നിന്നായിരുന്നു കേട്ടോ തോട്ടക്കാടേക്ക്. നാളെ പോകും. ഇനിയിപ്പോൾ ഇന്നും കൂടി ഉണ്ടാവുള്ളൂ. നാളെ പോകാം. നീ എന്താ ഫോൺ ഇവിടെ നിൽക്കുന്നില്ല? എന്താ പറ, എന്താണ് അറിയില്ല. രാവിലെ ഞങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് ഇപ്പം നിങ്ങൾക്ക് കാണാം കേട്ടോ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ. ഇന്ന് ഞങ്ങളെ സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേ അനുബന്ധിച്ച് പ്രോഗ്രാംസ് ഉണ്ട്, കണ്ടിട്ട് ആദ്യക്കുട്ടൻ്റെ സ്കൂളും കൂടിയാണ് കേട്ടോ പോണത്. ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങൾ പറഞ്ഞു ഇൻട്രോ, നിങ്ങളെ സ്കൂളിലെ പ്രോഗ്രാംസ് അല്ലേ കാണുന്നത്. അപ്പോൾ അറിയാം. പറ, ആദ്യം കയ്യൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. കയ്യിലൊക്കെ റിബണൊക്കെ കെട്ടിയിട്ടാണോ പോണത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ ഈ സ്കൂളിൽ വീഡിയോ പിടിക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതാ സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയിട്ടോ. ഇതാ മക്കളെ ഗ്രൗണ്ടിലായിരുന്നു വണ്ടിയൊക്കെ നിർത്തിയത്. പിന്നെ നമ്മളങ്ങനെ കയറിപ്പോയിട്ടോ സ്കൂളിലേക്ക്. അപ്പോൾ ഞാൻ ഓർത്തു സ്കൂളിൽ നിന്ന് നല്ല അടിപൊളി പ്രോഗ്രാമാണ് കേട്ടോ. രാവിലെ അധികം നേരമൊന്നുമില്ല, 9:30 ആകുമ്പോഴത്തേക്കും കഴിയും. അപ്പോൾ അത് വീഡിയോ പിടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ വന്നത് കേട്ടോ. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞു അപ്പോഴത്തേക്കും 8:30-8:45 ആയിരുന്നു കേട്ടോ. 8:30 കഴിഞ്ഞു, 8:45. അപ്പോൾ ആദ്യക്കുട്ടന് മോനൂസും ക്ലാസ്സിലേക്ക് അങ്ങോട്ട് പോയി. പിന്നെയാണ് ഞാൻ ഓർത്തത് കുടുവിൻ്റെ അംഗനവാടി പോയില്ലല്ലോ എന്നേ. അപ്പോൾ കുടുവിൻ്റെ അംഗനവാടിയിലേക്ക് 8:45 ആകുമ്പോൾ ചെല്ലണമെന്ന് ടീച്ചർ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, 8:45 ആയപ്പോഴത്തേക്കും കുടുവിൻ്റെ അംഗനവാടിയിലേക്ക് പോയി. പ്രോഗ്രാമിന് മുമ്പുള്ള പ്രാർത്ഥനയായിട്ടോ നിങ്ങൾ കേൾക്കണത്. കുട്ടികൾ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ നിന്നിരുന്നു കേട്ടോ. പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പോന്നു. പിന്നെ അംഗനവാടിയിൽ സമയം കഴിയൂലേ. ടീച്ചർ എന്ന് പറഞ്ഞാൽ കൊടുവിനെ ഇത്തിരി 2.5 വയസ്സായപ്പോൾ തൊട്ട് ടീച്ചർ നോക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിശേഷ ദിവസം പോവാതിരിക്കുന്ന മോശമല്ല എന്താണെങ്കിലും. അങ്ങനെ ഞങ്ങൾ അംഗനവാടിയിൽ വന്നപ്പോഴത്തേക്കും ഇതാ കുട്ടികളെല്ലാവരും ടീച്ചർ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഉടുപ്പൊക്കെ ഇട്ട് പതാകയൊക്കെ പിടിച്ച് ബലൂണൊക്കെ ഉറപ്പിച്ച് അവർ എല്ലാവരും വരിവരിയായിട്ട് ഇരിക്കാൻ തുടങ്ങി. കൊടുവാണ് ലാസ്റ്റ് വന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതിലൊരാൾ മാത്രമേ ഉള്ളൂ സങ്കടം, ചാച്ചനിരിക്കണം. ബാക്കി എല്ലാവരും നല്ല മിടുക്കന്മാരായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടീച്ചർ എല്ലാവരും ഇരുത്തി. അയ്യോ എന്തൊരു കറിയാ ചാച്ച ഇവിടെ നിന്നിട്ട് കറിയാണോ? ചാച്ചൻ അവിടെ ഇരുന്നോ, എന്നാല് അവിടെ ഇരുന്ന് കൊടുത്തോ. അല്ല അവിടെ നിന്നാ മതി. അതന്നെ ആട്ടി. എടാ എങ്ങനെ ആട്ടട കുഞ്ഞെ, ആട്ടെല്ലാരും. ഹായ്
എല്ലാരും മുകളിലേക്ക് നോക്കടാ മക്കളെ, എല്ലാരും മുകളിലേക്ക് നോക്ക്, മുകളിലേക്ക് നോക്ക് എല്ലാരും. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പതാക ഉയർത്തലെല്ലാം കഴിഞ്ഞപ്പോൾ മെമ്പർ കുട്ടികൾക്ക് മിഠായിയൊക്കെ കൊടുത്തു കേട്ടോ. ഞങ്ങൾക്ക് ഇത്ര കുഞ്ഞു മക്കളെ അവരെത്ര അച്ചടക്കത്തോടു കൂടിയാണ് നിൽക്കണമെന്നറിയോ. അവർക്ക് പതാക ഉയർത്തിയപ്പോൾ സല്യൂട്ട് പറഞ്ഞപ്പോൾ തന്നെ അവർ കൈയൊക്കെ മാറിപ്പോയെങ്കിലും അവരെല്ലാം കൃത്യമായിട്ട് സല്യൂട്ടൊക്കെ കൊടുത്തു കേട്ടോ. ടീച്ചർ അത്രയും ഒരാഴ്ച ടീച്ചർ അവരെ അതുപോലെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കത് കാണുമ്പോഴേ മനസ്സിലാവും കേട്ടോ. അങ്ങനെ എന്താ പറയുക, മിഠായിയൊക്കെ വാങ്ങി. പിന്നെ നേരെ ഞങ്ങൾ സാധനമൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഒന്നും വീട്ടിൽ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ പാല് 2 പാക്കറ്റ് പാലും സേമിയയും വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് അങ്ങാടിയിലോട്ട് പോയി. പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലാണ് പോയത്, നീതിയിൽ കേട്ടോ, പൊല്യൂഷൻ്റെ അടുത്ത്. അവിടെ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് മക്കളോട് വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ നിന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതാ രമ്യ വന്നു കേട്ടോ, എൻ്റെ കൂട്ടുകാരി. അവൾ വന്നിരുന്നേ. അപ്പോൾ നീ അവരെ കൂടെയല്ലേ വരികയെന്ന് വെച്ചിട്ട് അവൾ നേരത്തെ വന്നതുകൊണ്ട് പിന്നെ ഞാൻ എന്താ പറയുക, നെയ്യൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ ഒന്നും മുഴുവനായിട്ടില്ല, എല്ലാം അതും ഇതൊക്കെ മറന്നു പോയായിരുന്നു കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളാണ് ബാക്കിയൊക്കെ എന്താ പറയുക അതിൽ വറുത്തിട്ടതൊക്കെ കേട്ടോ. എടി നീ ഇന്ന് ഈ കേക്കൊക്കെ മുഴുവൻ തിന്നല്ലേ, ഈ കേക്ക് നാളെ ജോലിക്ക് പോണ്ടേ. ആ കേക്ക് വേ മുറുക്കി, ഇത് മുറുക്കി. മുതലാളി ഉണ്ടെന്ന് ഞെട്ടിക്കുന്നു. കൂടെ ഷീറ്റെങ്ങാനും തലയിൽ കൂടെ വീണാൽ. ഇതാ ഇപ്പം വന്നതുണ്ടല്ലോ, എൻ്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ച കൂട്ടുകാരാണ് കേട്ടോ. മനോജ്, ലിജി, ഷിനോജ്, ലിജിൻ്റെ മോളും ഉണ്ടായിരുന്നു കേട്ടോ. മനോജ് എന്ന് പറയുന്നത് ഇതാ ഈ നിൽക്കുന്ന ഒരു പോലീസുകാരനാണ് കേട്ടോ. അവന് എന്ന് പറഞ്ഞാൽ 2ാം ക്ലാസ് മുതൽ ഞങ്ങൾ +2 വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നേ. അപ്പം ഇവരും എന്നോട് പറയാതെയാണ് കേട്ടോ, പക്ഷേ അവർ വന്ന് മുറ്റത്ത് നിന്ന് വർത്തമാനം പറഞ്ഞപ്പോഴത്തേക്കും അമ്മയും വന്നു കേട്ടോ. അമ്മ പണിസ്ഥലത്ത് നിന്ന് വന്നതാണ്, പണിസ്ഥലത്തേക്ക് തന്നെ അമ്മയ്ക്ക് പോവും വേണം കേട്ടോ. ഇവരൊന്നും എന്നോട് പറഞ്ഞില്ല, അമ്മ പോലും പറഞ്ഞില്ല കേട്ടോ വരുന്നുണ്ടെന്ന്. ഇവരൊക്കെ പറയാതെ വന്നതാണ് കേട്ടോ. ഇവരും കൊണ്ടുവന്നു ഒരു കേക്ക് കേട്ടോ, ഒത്തിരി സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്നവരാണ് കേട്ടോ. കുഞ്ഞിന് മുറിച്ചിട്ട് അമ്മ തരും കേട്ടോ. അയ്യോ അമ്മ അടക്കി ഇങ്ങനെ എടുക്കല് അത്രയൊന്നും വേണ്ട മോളെ, ഇച്ചിരി തിന്നാ മതി. അമ്മ നോക്കുകയായിരുന്നല്ലേ, അമ്മച്ച പണിക്കായിരുന്നല്ലേ. ഈ പിന്നെ ഇന്ന് എന്താ പോവാൻ പിടി കുഞ്ഞാ. പ്ലേറ്റിലേക്ക് വെക്കുവോ ആച്ചി? എന്നിട്ട് കൈ കൊടുത്തു. മോനോട്ട് രമിച്ചേച്ചി കൊടുക്കുന്നില്ല, മോന് തന്നെ തിന്നുവാൻ. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പോൾ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. രമ്യ ഉണ്ടായിരുന്നു, അവർക്ക് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് അവരെവിടെ പോകുന്നുണ്ട്, അവർക്ക് പോകണം. ഇവരെല്ലാവരും തെരുതെരെ വീഡിയോ പിടിക്കുകയൊക്കെ ചെയ്തിട്ട്, എന്നിട്ട് ഞങ്ങളെ ഗ്രൂപ്പുണ്ട്, സ്കൂളിൻ്റെ ഗ്രൂപ്പിലിട്ടിട്ട് അങ്ങോട്ട് വരകുമായിരുന്നു, ഉള്ളത് പറയാലോ.
പിന്നെ അത് കഴിഞ്ഞ് അവർ പോയിട്ട് അവരൊന്നും കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ. കാരണം എന്താ പറയുക, അവർ ആ കേക്ക് മുറിച്ച് പായസം കുടിച്ചിട്ട് അവർ പോയി. പായസം തന്നെ കുടിച്ചോന്ന് എനിക്കറിയില്ല കേട്ടോ, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇവരുള്ള സമയത്ത് പോയിട്ട് എന്ത് ചെയ്തായിരുന്നു പറയുക, ഞാൻ കുറച്ച് പൊറോട്ട വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളെ ഇവിടുത്തെ ചങ്കത്തികൾ കേട്ടോ. ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിക്കാനൊന്നുമില്ല. അങ്ങനെയല്ല, ഇവർ എന്നെ പോലെ തന്നെ എന്നെ മനസ്സിലാക്കുന്ന, നമ്മളെ എന്താ പറയുക, ഒരു വേർതിരിവില്ലാതെ നമ്മളെ കൂട്ടി നിർത്തുന്നവരാണ് കേട്ടോ. അപ്പോൾ അവർക്ക് എൻ്റെ അവസ്ഥ അറിയാം. അപ്പോൾ പിന്നെ അവർ വന്നാൽ എനിക്ക് പേടിയൊന്നുമില്ല. ഒന്നുമില്ലെങ്കിലും കഞ്ഞിവെള്ളം ഇനിയിപ്പോൾ കട്ടൻ ചായൻ്റെ വെള്ളം അതിൽ അവർ കുടിച്ചിട്ട് പൊക്കോളും. അവർക്ക് പരാതിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്താണെങ്കിലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പൊറോട്ട വാങ്ങിക്കൊണ്ടുവന്നു, കുറച്ച് ചിക്കനും വാങ്ങിയിട്ടോ, അങ്ങനെ കറി വെച്ചു. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടന്ന കാര്യങ്ങളാണ്. ഇതൊന്നും വീഡിയോ പിടിച്ചിട്ടില്ല കേട്ടോ. എപ്പോഴൊക്കെയോ തോന്നിയ സമയത്ത് പിടിച്ചതാണിത്, അവിടെയും ഇവിടെ ഒക്കെ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ മക്കൾക്ക് കിട്ടിയ അവസരമായിരുന്നു. അവരെ ഓരോരുത്തർ ഫോൺ എടുത്തുകൊണ്ട് പോയിട്ട് വീഡിയോ കാണുമോ എന്തൊക്കെയോ ആയിട്ട് അങ്ങനെ സമയം പോയി. ഇവിടെ ഇരുന്ന് 4 ആൾ വർത്താനം പറയുന്നത് കണ്ടില്ലേ. ഒരാൾ അടുക്കളയിൽ വിളമ്പി മക്കളെ കൂട്ടുന്നുണ്ട്. ഇവർ 4 ആളും ഭയങ്കര ഗൂഢാലോചനയിലാണ് എങ്ങനെ മുന്നോട്ടുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഇടയിലാണ് എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ വന്നത് കേട്ടോ. പാവം, അച്ഛന് നിന്നൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അച്ഛന് ചായയൊക്കെ കൊടുത്തു, പിന്നെ അപ്പമൊക്കെ തിന്നിട്ട് അച്ഛനും പോയി കേട്ടോ. അച്ഛന് അമ്മ വാങ്ങി വെച്ച് ഗിഫ്റ്റ് ഉണ്ടായിരുന്നേ. അമ്മ എനിക്ക് ഒരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അതെല്ലാം കൊണ്ടുവന്നതായിരുന്നു അച്ഛൻ. എന്തൊക്കെയാണെങ്കിലും പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. അല്ല, ഫോട്ടോ എടുക്കാം, കുറച്ചുകൂടി പൊന്തിച്ച് പിടിക്കടാ നീ. അപ്പൊ എന്നിട്ട് അങ്ങനെ വീഡിയോയിൽ എല്ലാരും ഒരുമിച്ച് 1 2 3 എന്ന് പറയുമ്പോ ചെയ്യണേ. 1 2 3. ഞങ്ങൾ മുറ്റത്ത് നിന്ന് ഫോട്ടോഷൂട്ട് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ നോക്കുമ്പോണ്ടല്ലോ, ഇവന്മാർ പാട്ട് വെച്ചിട്ട് അടിപൊളി ഡാൻസാണ്. ഡിയോയോ ഏതൊക്കെയോ വെച്ചിട്ട് കളിക്കുന്ന കാണണ്ടേ മക്കളെ. അടിപൊളി ഡാൻസായിരുന്നു. കണ്ടോ ഓരോന്നും തുള്ളുന്ന കണ്ടോ. പാട്ടിടുന്ന നിവൃത്തിയില്ലാത്തതുകൊണ്ടോ കോപ്പിറൈറ്റ് ആവും. അച്ഛൻ കുറേ നേരം അതൊക്കെ കണ്ടു നിന്ന്. ദൈവത്തിനറിയാം അച്ഛന് തുള്ളാൻ തോന്നിയെന്ന്. അച്ഛൻ ഏതായാലും പിടിച്ചു നിന്ന് കുറേ നേരം. അവസാനം ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ അച്ഛൻ ഇങ്ങനെ നിന്ന് മടുക്കൂലെന്ന് ഓർത്ത് അച്ഛൻ പോയി കേട്ടോ. പിന്നെ 6:30 ആയപ്പോഴത്തേക്കും ഇവരെല്ലാവരും ഓരോരുത്തരായിട്ട് തോട്ടിലൊക്കെ പോയിരുന്നു കേട്ടോ. തോട്ടിൽ നോക്കിയിരുന്ന ഓരോരുത്തർ ഫാമിലിയാണ് പോണത്. ഓരോ ഫാമിലിയിൽ ഒരാളാണ് പോകുന്നത്. ലാസ്റ്റ് അവനോട് അമ്മേൻ്റെ കൂടെ വാടാന്ന് പറഞ്ഞിട്ട് അവനെന്ത് ചെയ്തു, അവനൊരു ഓട്ടം മുന്നിൽ ഓടിയിട്ടോ. ഞാൻ തിരിച്ച് പറഞ്ഞു പോയിട്ട് വാടാ അമ്മേൻ്റെ കൂടെ എന്ന് പറഞ്ഞ് അവരൊരുമിച്ച് വന്നു. അങ്ങനെ എല്ലാവരും പോയി. പക്ഷേ കുടു എവിടെയാണ് നിങ്ങൾ ചോദിക്കും. കുടു ഉറങ്ങിപ്പോയായിരുന്നു കേട്ടോ അവർ പോകുമ്പോൾ. ഒന്നുമില്ലല്ലോ ഇനി എടുക്കാൻ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ കൊടുത്താൽ മതി കേട്ടോ. നിങ്ങളെല്ലാവരും കൂടെ ഇത് കയറില്ല. നിങ്ങളെല്ലാവരും ഇന്നത്തെ ദിവസം വൈകുന്നേരം 6:30 ആയിട്ട് കൂട്ടുകാർ തുണി അലക്കിയിട്ടില്ല, മുറ്റം പോലും അടിച്ചു വാരിയിട്ടില്ലായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. അതുപോലെ അങ്ങനെ അന്നത്തെ ദിവസം അങ്ങ് തീർന്നു കേട്ടോ. അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഗിഫ്റ്റുകളാണ് കേട്ടോ. അത് കാണിക്കാം. ഇത് അമ്മ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ബാഗ് ഞാൻ എന്നിട്ട് അമ്മേനെ ഇപ്പോൾ കുറച്ച് നേരത്തെ നമുക്ക് വിളിച്ചു കേട്ടോ. അമ്മേ ഈ ബാഗൊക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങോട്ട് പോവാനാന്നൊക്കെ ഞാൻ ചോദിച്ചു. പിന്നെ അമ്മ ഒരു ക്ലിപ്പ് വാങ്ങിക്കൊണ്ടിട്ടുണ്ട് കേട്ടോ. ക്ലിപ്പ് കാണുന്നുണ്ടോ? അമ്മമ്മ കൊണ്ടുവന്ന ക്ലിപ്പ്. പിന്നെ അമ്മമ്മ ഒരു സാധനം കൂടി കൊണ്ടുവന്നുണ്ട്. ജിമിക്ക് കമ്മല് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ.
പിന്നെ അമ്മമ്മ എന്താ ഒരു മാല കണ്ടായിരുന്നല്ലോ ഇവിടെ എവിടെയോ. അതിനകത്തുണ്ടല്ലോ, ഞാൻ അതിനകത്ത് വെച്ചായിരുന്നു മാല. ഇതാ, 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 ഇതാ. അമ്മമ്മ ഒരു മാല കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അതിനകത്ത് വെക്കടാ. ചീത്ത പറയണ്ടടാ. ഇതാ മാല മാലയൊക്കെ ഉണ്ടാക്കല. ഇതിങ്ങനെയല്ലല്ലോ, ആണ് ഇതിങ്ങനെയാന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ പൊടിഞ്ഞില്ല. തൽക്കാലം കഴുത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്ക്. കുടുങ്ങില്ല. ഇതാ മാല. ഇത് പൊടിയൊക്കില്ലേ മാല. അമ്മയ്ക്ക് കമ്മലുണ്ട് മാല. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട് രമ്യ കൊണ്ടുവന്നാണ് കേട്ടോ. കപ്പ് കപ്പ്. പിന്നെ എന്താ ഇതാ നമ്മളെ പെണ്ണുങ്ങളെല്ലാവരും കൂടി ഒരു ചുരിദാർ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ചുരിദാർ കൊണ്ടുവരുന്നുണ്ട്. കൊമ്മല് ചുരിദാർ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇതെന്താടാ? ഇത് ഉണ്ണിയപ്പം. ഇത് ഉണ്ണിയപ്പം. അയ്യപ്പോ ഇത് ഉണ്ണിയപ്പം. നെയ്യപ്പായിരുന്നോ? കുറെ മിഠായി ഉണ്ടായിരുന്നു കേട്ടോ. അമ്മച്ച കഴിയുമ്പോൾ കൊണ്ടുവന്ന മിഠായിയൊക്കെ ഞങ്ങൾ തിന്നു പോയില്ല. എല്ലാവരും മക്കളെല്ലാവരും തിന്നു പോയിട്ടോ. ഇന്നൊരു മിഠായി ഉണ്ട്. ഇതിപ്പോൾ കണ്ടാൽ കുടുവിന് വേണ്ടി വരും. കുറെ മിഠായി തിന്ന് വയറുവേന വരും. ഇത് എൻ്റെ ബാഗാ. അമ്മമ്മ എനിക്ക് വാങ്ങി തന്നതാ. അമ്മ ഇട്ട് നോക്കട്ടെ. ഇത് എൻ്റെ ബാഗാ. അമ്മമ്മ എനിക്ക് ഇത് അമ്മമ്മ എനിക്ക് വാങ്ങി തന്നത് എൻ്റെ ബാഗാ. വേണം എൻ്റെ ബാഗാ. നോക്കട്ടെ അമ്മ ഇട്ട് നോക്കിട്ട് ഞാൻ. ഓക്കെ കമ്മൽ. അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ. പിന്നെ കുടുവിന് അമ്മമ്മ ചെരുപ്പ് കൊണ്ടുവന്നില്ലേ? കുടുവിന് ചെരുപ്പ് കൊണ്ടുവന്നില്ലേ? ആദ്യക്കൂട്ടിന് ചെരുപ്പ് കൊണ്ടുവന്നില്ല. അപ്പൊ ഇതൊക്കെയാണ്. പിന്നെന്താ ഇപ്പൊ എല്ലാ കൂട്ടുകാരോടും ടാറ്റ കൊടുക്ക്. താങ്ക് യു പറ. സപ്പോർട്ട് ചെയ്യണം പറ.